Good morning. Okay. അപ്പോൾ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സുകളാണ്. ജനറൽ ആയിട്ട് മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് അല്ലേ നമ്മൾ പറഞ്ഞത് അല്ലെ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരുന്നു? വായിച്ചു നോക്കിയാ നിങ്ങള്? എന്താണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്? ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകള് ഏതൊക്കെയാ? ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. Then step 2 വരുന്ന സ്ക്രീനിങ്. step 3 ബിസിനസ് അനാലിസിസ്. Then next step 4 ഇതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. Then step 5 ടെസ്റ്റ് മാർക്കറ്റിംഗ്. Then ആറാമത്തെ സ്റ്റെപ്പ് ആണ് കൊമേഴ്സ്യലൈസേഷൻ, ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് അല്ലെ, വാണിജ്യവൽക്കരണം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ആ സ്റ്റെപ്പുകൾ, ഓരോ സ്റ്റെപ്പുകളും ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക കേട്ടോ. സ്റ്റെപ്പ് 1 ഏതാണ്, സ്റ്റെപ്പ് 2 ഏതാണ്, അത് ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ജനറൽ ആയിട്ട് മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഒരു പുതിയ ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ. ഈ രണ്ടാമത്തെ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ 6 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജനറൽ മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകളാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഏതാണ്? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകൾ. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞത് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? ഓക്കെ, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് function has been broadly adopted as a way to learn about the market. എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ എന്ത് പ്രവർത്തനമാണ്? as a way to learn about the market. മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനും അല്ലെ, attract sufficient resources, ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അത് ആകർഷിക്കാനും, അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ ആകർഷിക്കാനും, അതിന് ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ ആകർഷിക്കാനും, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്, ഉചിതമായിട്ടുള്ള സേവനങ്ങൾ നൽകാനും, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സച്ച് ഗുഡ്സ് ടു ദോസ് ഹു മേ ബി ഏബിൾ ടു ബൈ സച്ച് സർവീസസ്. അത്തരം ആ സേവനങ്ങള്, ആ സർവീസുകള് വാങ്ങാൻ കഴിയുന്നവരോട് അതിന്റെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ കോമേറ്റ് എഴുതിയിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. ഫസ്റ്റ് എന്താ? മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാനും, then attract sufficient resources, മതിയായിട്ടുള്ള റിസോഴ്സുകൾ ആകർഷിക്കാനും, പിന്നെ to evolve appropriate services, പുതിയ സേവനങ്ങൾ, ഉചിതമായിട്ടുള്ള സേവനങ്ങൾ വികസിപ്പിക്കാനും, then അടുത്ത് പറഞ്ഞത് വേണ്ട അത്തരം ആ സർവീസുകൾ വാങ്ങാൻ കഴിയുന്നവരോട് അതിന്റെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് 2 സ്റ്റെപ്പുകളായിട്ട് പറയാം. മാർക്കറ്റ് പ്ലാനിങ്ങും ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പൊ അതിനകത്ത് അത് നോക്കി വെക്കണം. ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങില് നമ്മൾ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. അതൊന്ന് നോട്ട് ചെയ്തിട്ടെ, അണ്ടർലൈൻ ചെയ്തിട്ടെ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന ഏതൊക്കെയാ? മാർക്കറ്റ് പ്ലാനിങ്ങും വരുന്നുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗില് മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇനി എന്താണ് അപ്പോ മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്? മാർക്കറ്റ് പ്ലാനിങ് അതായത് നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ അറിയാം എന്താ മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ. ഇതൊരു പ്ലാനിങ് ആണ് അല്ലെ, ഒരു പദ്ധതിയാണ്, നമ്മളൊരു ആസൂത്രണമാണ്, ഒരു പ്ലാൻ ചെയ്യുന്നതാണ്, ഒരു പ്ലാനിങ് ആണ്. അതായത് ആ ബിസിനസിന്റെ ഗോള്, ലക്ഷ്യം എന്താണ്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്
എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന പ്ലാൻ ചെയ്യാം. ശരി, ഓക്കെ, ശരിയാണ്. അപ്പൊ മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്താണ്, അതൊരു പ്ലാനാണ്. മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ ഒരു പ്ലാനാണ്. ആ ബിസിനസിന്റെ ഗോൾസ്, ബിസിനസിന്റെ ആ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഒരു ടൈം സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗ് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ നമുക്കൊരു അതിന്റെ ഗോള്, ഒരു ലക്ഷ്യം നേടാൻ നമുക്ക് 1 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കണം, അല്ലെ? നമ്മൾ അതിനൊരു ടൈം ഷെഡ്യൂൾ അവിടെ സെറ്റ് ചെയ്യും. അങ്ങനെയല്ലേ? നമ്മൾ അല്ലാതെ എപ്പോ വേണമെങ്കിലും തീർത്താൽ മതി, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇഷ്ടമുള്ളപ്പോ തീരാം, അങ്ങനെയല്ല. നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ഒരു ടൈം സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മള് ബിസിനസിന്റെ ഇതിനകത്താണെങ്കിൽ ബിസിനസിന്റെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു പ്രവർത്തനങ്ങള് അതിനെ നിർവചിക്കുകയും നമുക്ക് ആ ജോലി എപ്പോ നമുക്ക് പൂർത്തിയാക്കുന്നതിന് ഒരു ടൈം ലൈൻ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളൊരു മാർക്കറ്റിംഗ്, അതിന്റെ ഒരു ഗോള്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, അല്ലെ? അത് നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. Okay, market planning is the process of defining activities that will support the business goal and establishing a timeline for when that work will be completed. എപ്പോ ആ വർക്ക് കംപ്ലീറ്റ് ആകും, അതിനു വേണ്ടി നമ്മൾ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് നോട്ട് ചെയ്തോ, ബിസിനസിന്റെ ഒരു കുഞ്ഞ സെന്റൻസ് ഡെഫിനിഷൻ ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ, ഗോൾസ് എന്ന് പറഞ്ഞ ലക്ഷ്യങ്ങൾ, ഒരു ബിസിനസിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മള് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവണല്ലോ നിങ്ങൾക്ക്? നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതൊരു പ്ലാനിംഗ് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനിംഗ് ആണ്. സിമ്പിൾ ആയിട്ട് പറയാണ്, എന്താ മാർക്കറ്റ് പ്ലാനിംഗ്? ഒരു പ്ലാനിംഗ് ആണ്. എന്താ? ബിസിനസിന്റെ ലക്ഷ്യങ്ങള്, ബിസിനസിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യണതിനെയാണ്, ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്ലാനിംഗ് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമുക്ക് എന്താ പറയാ, നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മാർക്കറ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ, മീഡിയാസ്, നമ്മൾ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്, ഒരു ലിങ്ക്, നമ്മളോ ആ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അവരുടെ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആളുകളും തമ്മിലുള്ള ഒരു മെസ്സേജുകൾ നമുക്ക് കൈമാറാൻ വേണ്ടിയിട്ട്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഹോസ്പിറ്റലാണെങ്കിൽ പേഷ്യന്റ്, നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ച് പേഷ്യൻസിന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? പേഷ്യൻസിന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതൊരു മീഡിയ വഴി അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് വഴി നമ്മൾ അവരെ അറിയിക്കുകയാണ്. ഇതാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടാർഗറ്റിന് വേണ്ടിയുള്ള
കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. അത്ര ഒന്ന് എഴുതി വെച്ചാൽ മതി. നമ്മൾ ഒരു ടാർഗറ്റിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ്. എക്സാമ്പിൾ അപ്പൊ ഏതൊക്കെ പറയാം നമുക്ക്? എന്തൊക്കെ പറയാം എക്സാമ്പിൾ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനിൽ ഏതൊക്കെ നമുക്ക് പറയാം? അഡ്വർടൈസിങ്. വെരി ഗുഡ്. അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. ദെൻ മീഡിയ. അടുത്തൊരു എക്സാമ്പിൾ ആണ് മീഡിയ വഴി നമുക്ക് നമ്മുടെ കാര്യങ്ങള്. ഇപ്പൊ ഞാനൊരു ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിച്ചു, ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. എന്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് ജനങ്ങളിലേക്ക് അറിയണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനൊരു പരസ്യം കൊടുക്കണം, അല്ലെ? ഇഷ്ടംപോലെ ടിവിയിലൊക്കെ ആണെങ്കിലും പേപ്പറിലൊക്കെ ആണെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് അവർ കൊടുക്കുന്ന ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പിക്ചർ ഉൾപ്പെടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. കണ്ടിട്ടില്ലേ നിങ്ങള്? എന്താ ഒരു മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണത്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് കൊടുക്കാം ചാനലുകൾ വഴി, അല്ലെ? ചാനലുകൾ വഴി, അതാണ് മീഡിയ ചാനലുകൾ, അഡ്വർടൈസ്മെന്റ് ഒക്കെ വഴി നമുക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താം. ഓക്കെ, അങ്ങനെ 2 സ്റ്റെപ്പാണ്. ഇപ്പൊ സീരിയലിലും ഉണ്ട്. ഓക്കെ, നീതോടെ ടെൻഡർ കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മളൊരു മീഡിയ വഴിയൊക്കെ നമ്മുടെ കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകള് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ജനറൽ മറ്റുള്ള ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അത് പറഞ്ഞത് ഒരു ടാർഗറ്റിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. നമ്മുടെ ടാർഗറ്റ് ആരാ? പേഷ്യന്റ് ആണല്ലേ? കൂടുതൽ പേഷ്യൻസ് വരണ്ടേ? നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് പേഷ്യൻസിനെയാണ്. നമ്മുടെ സർവീസുകൾ നമ്മൾ കൊടുക്കുന്നത് ആർക്കാ? പേഷ്യൻസ് ആണ്. അപ്പൊ ആ പേഷ്യൻസ് കൂടുതൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മീഡിയ വഴി, അഡ്വർടൈസ്മെന്റ് വഴി ഒക്കെ നമ്മുടെ കാര്യങ്ങൾ അവരെ അറിയിക്കുന്നു. ഇതാണ് മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഹോസ്പിറ്റൽ മാർക്കറ്റിങ്ങിന് 2 സ്റ്റെപ്പുകളുണ്ട്. മാർക്കറ്റ് പ്ലാനിംഗ് ഉണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് 2 പേരുകളൊന്ന് നോട്ട് ചെയ്താൽ മതി. മറ്റുള്ളത് പറഞ്ഞതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാനിംഗ് ആണ്. നമ്മളൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ? അല്ലെങ്കിൽ നമ്മളെ ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഒരു ടാർഗറ്റിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. ഓക്കെ, 2 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന 2 സ്റ്റെപ്പുകൾ ഏതാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മാർക്കറ്റ് പ്ലാനിങ്ങും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും. ഇനി എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് ദ എലിമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് തന്നെ എഴുതിയത് കേട്ടോ. ഏതൊക്കെയാണ് എലമെന്റ്സ്? 7 എലമെന്റ്സ് ആണ് വന്നത് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഘടകങ്ങള്. ഇനി ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി മാർക്കറ്റ് പ്ലാനിങ്, അതിന്റെ ഓരോ എലമെന്റ്സും അതിന്റെ ഡീറ്റെയിലും മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ. അതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കഴിയും. ഓക്കെ, ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ 1 നമ്പർ ഇട്ടോട്ടെ അവിടെ. നിങ്ങളൊന്ന് 7 പോയിന്റ് ആയിട്ടാണ് ഇതെല്ലാം കൂടി കൂട്ടിയാണ് എഴുതി വെച്ചേക്കുന്നത്. 1ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. അതാണ് 1ാമത്തെ. മാർക്കറ്റിംഗ് ഗോളുകൾ സെറ്റ് ചെയ്യുക. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഇനി 2ാമത് നോക്കിയേ, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. 2ാമത്തെ ഘടകമാണ് മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. 3ാമത്തെ പോയിന്റ് ആണ് അനലൈസ് റിസർച്ച്. ഇനി എന്ത് ചെയ്യുക? ആ റിസർച്ച് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. അനലൈസ് റിസർച്ച്. ആ റിസർച്ച് വിശകലനം ചെയ്യുക, അനലൈസ് ചെയ്യുക. Then അടുത്ത പോയിന്റ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്, ഡെവലപ്പ്. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഓക്കെ, അത്രയും. 4ാമത്തെ പോയിന്റ് കേട്ടോ. അത് ഒരുമിച്ച് അങ്ങോട്ട് എഴുതിയേക്കുന്നത്. നിങ്ങൾ ആ പോയിന്റ് ഇട്ട് വെച്ചാൽ മതി. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ഇനി അതിന്റെ ഒരു ബഡ്ജറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. Then അടുത്ത് നോക്കിയേ, 5ാമത്തെ പോയിന്റ് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. മാർക്കറ്റ് തന്ത്രങ്ങൾ. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താ? തന്ത്രങ്ങൾ, അല്ലെ? ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നു.
ആറാമത്തെ പോയിന്റ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. അതെന്ത് ചെയ്യുന്നു? ഇംപ്ലിമെന്റ് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഓക്കെ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഏഴാമത്തെ പോയിന്റ് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. 7 സ്റ്റെപ്പും കിട്ടിയോ? 7 ഇലമെന്റ്സും കിട്ടിയോ? മാർക്കറ്റിംഗ് പ്ലാനിന്റെ ഇലമെന്റ്സ് ആണ്. നിങ്ങൾ ഒന്ന് നമ്പർ ഇട്ട് വെക്കുക കേട്ടോ അവിടെ. എന്നിട്ട് ആ പോയിന്റ് ഔട്ട് ചെയ്ത് അടുത്ത മഞ്ഞുണ്ട്, ഒന്നുകൂടി നോക്കിയേ. ഫസ്റ്റ് വൺ, സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. ഒന്നാമത്തെ, സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. നിങ്ങളുടെ ആ ടെക്സ്റ്റിൽ തന്നെ നിങ്ങളൊന്ന് നമ്പർ ഇട്ട് വെച്ചാൽ മതി, അതിന്റെ ഇടയ്ക്ക് ഒരു നമ്പർ. രണ്ടാമത്തെ പോയിന്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. Then മൂന്നാമത്തെ അനലൈസ് റിസർച്ച്. റിസർച്ച് അനലൈസ് ചെയ്യുക. Then നാലാമത്തെ പോയിന്റ് ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. അത്രയേ ഉള്ളൂ. അഞ്ചാമത്തെ പോയിന്റ് ആണ് ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. അടുത്തത് ആറാമത്തെ പോയിന്റ് നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഓക്കെ, ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. കിട്ടിയോ? 7 ഇലമെന്റ്സും കിട്ടിയോ? നമ്പർ ഇട്ട് വെച്ചോ അവിടെ. എല്ലാവരും ഒന്ന് വേഗം ഒന്ന് വായിച്ചേ. സെറ്റിന്റെ ഒപ്പം വായിക്കാം. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്, conduct market research, analyze research, identify a budget. Next, develop market strategies. അടുത്തത് develop and implementation schedule. Then last one, ഏഴാമത്തെ create and evaluation process. Okay. ഇനി അതിനകത്ത് ഓരോന്നും നോക്കാം നമുക്ക്. ഫസ്റ്റത്തെ ഏതാണ്? എലമെന്റ് എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ. നോക്കിയേ, set truthful and measurable aims to achieve over the next 18 to 24 months. 18 to 24 months എന്ന് പറഞ്ഞ എത്ര നാളായി? എത്ര വർഷമായി? 24 months എന്ന് പറയുമ്പോ എത്ര വർഷമായി? 18 to 24 months. എത്ര വർഷമായി? ഒരു വർഷത്തിൽ എത്ര മാസം? 12 മാസം അല്ലേ? 24 months എന്ന് പറഞ്ഞാൽ 2 year. ഓക്കെ, വെരി ഗുഡ്. 2 year, 2 വർഷം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി എങ്ങനത്തെ ഗോളാ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത ഒരു 18 മുതൽ അല്ലെങ്കിൽ 20 മാസം, 24 മാസങ്ങൾ, അതായത് ഏകദേശം 2 വർഷങ്ങൾക്കുള്ളിൽ നേടിയെടുക്കാൻ പറ്റുന്ന നമുക്ക് ട്രൂത്ത്ഫുൾ എന്ന് വെച്ചാൽ എന്താ? സത്യസന്ധവും മെഷറബിൾ, അളക്കാവുന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സജ്ജമാക്കുക. എന്താ മനസ്സിലായി അതിന്ന്? അതായത് നമ്മളൊരു മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഇന്നൊരു കാര്യം, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പൊ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും പുതിയ റിസർച്ച് ചെയ്ത പുതിയ കാര്യങ്ങള്, അല്ലെങ്കിൽ പുതിയൊരു നമുക്ക് എന്താ ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും നമുക്കത് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ, സത്യസന്ധവും അളക്കാൻ പറ്റുന്നത് ആയിരിക്കണം. അതെങ്ങനെ നമുക്ക് ഒരു 18 മുതൽ 24 മാസം കൊണ്ട്, അതായത് 2 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു 10 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെ ആവരുത്. നമുക്ക് മാക്സിമം ഒരു 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഡ്യൂ ടു ദ സ്വിഫ്റ്റ് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. നമ്മുടെ ഹെൽത്ത് കെയറിൽ ഓരോ ദിവസം ചെല്ലുമ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഓരോ ദിവസം ചെല്ലുമ്പോഴും മാറ്റങ്ങൾ വരികയാണ്. അപ്പൊ
അപ്പൊ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തു, നമ്മൾ അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. അപ്പൊ എന്താ പറയാ, ഒരു 5 വർഷം കൊണ്ടൊക്കെ പറ്റുന്ന, അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മൾ അത് ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ചിലപ്പോ നമുക്ക് ഹെൽത്ത് കെയറിൽ പുതിയ ഡെവലപ്മെന്റ്സ് വന്നേക്കാം. അപ്പൊ നമ്മൾ അത്രയും നാൾ ചെയ്തത് വെറുതെ ആവില്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം, മാക്സിമം 2 വർഷം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോളായിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ? ഹെൽത്ത് കെയറിൽ ഉണ്ടാകുന്ന മാറ്റം, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ happening in the healthcare environment. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, we do not suggest planning specific activity more than 2 years in advance. കണ്ടോ? അതുകൊണ്ട് എന്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല, 2 വർഷത്തിൽ കൂടുതൽ നമുക്ക് വേണ്ടി വരുന്ന പ്രവർത്തനങ്ങള് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഗോളുകള്, ലക്ഷ്യങ്ങള് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. We do not suggest planning specific activities more than 2 years in advance. കണ്ടോ? 2 വർഷത്തിൽ കൂടുതൽ നമുക്ക് ഗോള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? ഹെൽത്ത് കെയറിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം. അല്ലെ? മനസ്സിലാവില്ല നിങ്ങൾക്ക്? അപ്പൊ മാർക്കറ്റ് ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് വേണം നമ്മൾ ചെയ്യണം? ഒരു 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലക്ഷ്യങ്ങള്, അങ്ങനെയുള്ള ഗോൾസ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അത് ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ക്ലിയർ ആയോ എല്ലാവർക്കും മാർക്കറ്റിംഗ് ഗോൾസിന്റെ കാര്യം? ഒരു മാർക്കറ്റിംഗ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു 2 വർഷം കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. 2 വർഷത്തിൽ കൂടുതൽ, ഒരു 10 വർഷം കൊണ്ട് 20 വർഷം കൊണ്ടൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ അത്രയും ചെയ്തു വരുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ അത്രയും നാള് ചെയ്തത് വെറുതെ ആവില്ലേ? അതുകൊണ്ട് വെക്കും, പേഷ്യന്റിന്റെ ക്യാമ്പൊക്കെ വെച്ച് ഓക്കെ, പേഷ്യന്റിന് കൊടുക്കാൻ ക്യാമ്പുകളൊക്കെ വെച്ചിട്ട്. ഇനി ഇവിടെ നോക്കി എക്സാമ്പിൾ, ഇവിടെ 2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിളിലേക്ക് ഒന്ന് നോക്കി. എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് സീൻ ഇൻ ദ പ്രാക്ടീസ് ബൈ 5% within the first 6 months and 10% by the end of the first year. നമ്മൾ നോക്കിയേ, expand the number of new patients seen in practice by 5% within the first 6 months and 10% at the end of the first year. അതായത് ആദ്യത്തെ 6 മാസത്തിനുള്ളില് പുതിയ പേഷ്യൻസിന്റെ എണ്ണം 5%. നമ്മളത് തുടങ്ങി ആദ്യം 6 മാസത്തിനുള്ളില് ആ പേഷ്യൻസിന്റെ ആ ഒരു പെർസെന്റേജ് എന്ന് പറഞ്ഞ പുതിയ രോഗികളുടെ എണ്ണം 5% ആയിരുന്നു. എന്നാൽ ആ വർഷ അവസാനം 5 എന്നുള്ളത് എത്രയായി? എത്ര പെർസെന്റേജിലേക്ക് മാറി? ഡബിൾ ആയില്ലേ? 10% ആയി. നമ്മുടെ ലക്ഷ്യം എന്താ? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ ലക്ഷ്യം എന്താ? കൂടുതൽ പേഷ്യൻസ് വരിക എന്നുള്ളതല്ലേ? അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 6 മാസത്തിനുള്ളില് പേഷ്യൻസിന്റെ എണ്ണം 5% ആയിരുന്നു. അത് ആ വർഷം അവസാനമായപ്പോഴത്തേക്കും അടുത്ത 6 മാസം കൂടി, അതായത് ആ വർഷത്തിന്റെ അവസാനമായപ്പോഴത്തേക്കും എത്രയായി? 5% എന്നുള്ളത് ഡബിൾ ആയില്ലേ? 10% ആയി. അതൊരു മാർക്കറ്റിംഗ് അല്ലേ? മാർക്കറ്റിംഗ് പ്ലാൻ അല്ലേ? അതായത് അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസുകളൊക്കെ കൂടുതൽ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ തുടങ്ങും. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2025 ആദ്യം നമുക്ക് ഇത്രയും പേഷ്യൻസ് 1000 പേഷ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ആ 2025 അവസാനം നവംബർ ഡിസംബർ അവസാനമായപ്പോഴത്തേക്കും നമുക്കത് നേരെ 1000 എന്നുള്ളത് 2000 ആയി. അപ്പൊ പേഷ്യൻസിന്റെ എണ്ണം കൂടുതൽ വന്നില്ലേ? അതാണ് ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കി. എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 13% വിത്തിൻ 24 months. അതായത് 24 മാസത്തിനുള്ളില് നമ്മുടെ മൊത്തം റവന്യൂ, വരുമാനം എത്ര? 10% വർദ്ധിപ്പിക്കുക. റവന്യൂ വർദ്ധിപ്പിക്കുക.
പേഷ്യൻസ് കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ച് ഹോസ്പിറ്റലിലേക്കുള്ള ഇൻകം കൂടൂലേ? ഇല്ലേ? ഇൻകം കൂടൂലേ? അപ്പൊ 24 മാസത്തിനുള്ളില് നമ്മുടെ മൊത്തം വരുമാനം 30% ആയി വർദ്ധിപ്പിക്കുക. ആ 2 എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പേഷ്യൻസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. ആദ്യ വർഷം 5% എന്നുള്ളത് ആ വർഷം അവസാനം 10%ലേക്ക് ആക്കുക. ഹോസ്പിറ്റലിന്റെ റവന്യൂ വരുമാനം ആ ഒരു 24 മാസത്തിനുള്ളിൽ മൊത്തം 30% വർദ്ധിപ്പിക്കുക, എക്സ്പാൻഡ് ചെയ്യുക. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറൊന്നും ഇല്ല കേട്ടോ. അതിനകത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആ ഫസ്റ്റ് സെന്റൻസ് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. നമ്മളൊരു മാർക്കറ്റിംഗ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതെപ്പോഴും 18 to 24 months, 2 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാ? നമ്മുടെ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം, പെട്ടെന്ന് ഉണ്ടാകുന്ന മാറ്റം കാരണം നമ്മൾ 2 വർഷത്തിൽ കൂടുതൽ വേണ്ടി വരുന്ന നമുക്കത് എന്താ പറയാ, ആ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങളും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല. അതിന് 2 എക്സാമ്പിൾ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ ഒന്നും ചോദിക്കാറില്ല, വെറുതെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി തന്നോന്നുള്ളൂ. ഇനി രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് എലമെന്റ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് അവിടെ ചോദിക്കാറുണ്ട് എക്സാമിന്. മാർക്കറ്റ് റിസർച്ച് എന്താണ്? ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. The process of systematically collecting, recording and examining data and information. അതാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് മാർക്കറ്റ് റിസർച്ച്? ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. മാർക്കറ്റ് റിസർച്ച് കിട്ടിയോ? അപ്പൊ നമുക്ക് ചോദിക്കാം, ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡാഷ്. എന്തെന്ന് എഴുതാം? മാർക്കറ്റ് റിസർച്ച്. അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞ് ചോദിക്കാം. കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, എക്സാം ചെയ്യുന്നു, അതിനെ പരിശോധിക്കുന്നു, ഡേറ്റാസും ഇൻഫർമേഷനും, അതിനെയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നിന് ഡാഷ് ഇട്ട് തരാം, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് തരാം. മാർക്കറ്റ് റിസർച്ച്. ഇനി നോക്കിയേ, സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? എമൗണ്ട് കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കോമ്പറ്റീറ്റേഴ്സ്, എതിരാളികള്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ്. കസ്റ്റമേഴ്സിന്റെ എതിരാളികളെയും മാർക്കറ്റിനെയും കുറിച്ചിട്ട് okay, it can be used to decide which portion of the population will buy a product or services based on variables such as age, gender, location and income level. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഏജ് അനുസരിച്ച്, പ്രായം അനുസരിച്ച്. ഇപ്പൊ ചെറുപ്പക്കാർക്കും വയസ്സായവർക്കും ഒരേ അഭിരുചിയും കാര്യങ്ങളും ഒക്കെ ആണോ? അതുപോലെ ജെൻഡർ, മെയിൽ ഫീമെയിൽ, ആ ജെൻഡർ അനുസരിച്ച്, വ്യത്യാസം അനുസരിച്ച്, ലൊക്കേഷൻ, ഇൻകം ലെവല് തുടങ്ങിയ വേരിയബിളുകളെ അടിസ്ഥാനമാക്കി ഈ പോപ്പുലേഷന്റെ ഏത് ഭാഗമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാനായിട്ട് ഈ മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. എന്താ പറഞ്ഞേക്കുന്നേ? ഏജ് അനുസരിച്ച്, അവർക്കുടെ ജെൻഡർ അനുസരിച്ച്, ഓരോ ലൊക്കേഷൻ അനുസരിച്ച്, ഇൻകം ലെവല്, വരുമാനം അനുസരിച്ച്, അല്ലെ, തുടങ്ങിയ വേരിയബിളുകളെ അടിസ്ഥാനമാക്കിയിട്ട് പോപ്പുലേഷന്റെ ഏത് ഭാഗമാണ്, ജനസംഖ്യയുടെ ഏത് ഭാഗമാണ് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാൻ, വാങ്ങുന്നത് എന്ന് തീരുമാനിക്കാൻ മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. നമ്മൾ റിസർച്ച് നടത്താം, അല്ലെ, ഒരു ഗവേഷണം നടത്താം. ഇന്ന പർട്ടിക്കുലർ ഏജിൽ പെട്ടവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ഇതാക്കുന്നത്, അല്ലെ, ജെൻഡർ അനുസരിച്ച് വ്യത്യാസപ്പെടാം, ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടാം, ഇൻകം ലെവൽ അനുസരിച്ച്, അല്ലെ, അവരുടെ വരുമാനം അനുസരിച്ച്, അല്ലെ, ഇൻകം അനുസരിച്ചൊക്കെ നമുക്ക് ആ പല വേരിയബിളുകളെ അടിസ്ഥാനമാക്കിയിട്ട് ജനസംഖ്യയുടെ ഏത് ഭാഗമാണോ പർട്ടിക്കുലർ പ്രൊഡക്റ്റോ സർവീസോ
വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ ഈ മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. Okay, market research is normally primary or secondary. അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് പ്രൈമറി ആകാം, സെക്കൻഡറി ആകാം. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, എക്സാമിന് ചോദിക്കാറുണ്ട്, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മാർക്കറ്റ് റിസർച്ച് എങ്ങനെയാകാം? പ്രൈമറി ആകാം, സെക്കൻഡറി ആവാം. പ്രൈമറി മാർക്കറ്റിംഗ് റിസർച്ച് ആവാം, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിംഗ് റിസർച്ച് ആവാം. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, എന്തൊക്കെയാ അതിനകത്ത് വരുന്നത്? സർവേകള്. സർവേ എടുക്കൂലേ അല്ലെ? റിസർച്ചിന്റെ ഭാഗമായിട്ട്, ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് ജനസംഖ്യയിൽ ഇന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അല്ലെ? സർവേ എടുക്കൂലേ? സർവേകള്. ഫീൽഡ് ടെസ്റ്റ്, ഫീൽഡ് പഠനങ്ങള്. ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ നേരിട്ട് അവര് ഇന്റർവ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ നടത്താം. ഇതെല്ലാം പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ലൈക്ക് സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. Then ഇനി അടുത്തത് സെക്കൻഡറി മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നത് എന്താണ്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. സെക്കൻഡറി മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? നമ്മള് ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന്റെ പ്രവർത്തനക്ഷമത ചെക്ക് ചെയ്യുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് നമ്മൾ എഴുതിയായിരുന്നോ? അതൊന്ന് വേണോ? എഴുതി വെക്കണോ അവിടെ? ടെസ്റ്റ് മാർക്കറ്റിംഗ് വേറെ ഒന്നും തന്നിട്ടില്ല അവിടെ. സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഒരു അവിടെ സ്ഥലമുണ്ടല്ലോ, കുഞ്ഞിതാക്കി അവിടെ ഒന്ന് എഴുതി വെച്ചോ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന്. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ ടൂൾ, അല്ലെങ്കിൽ ഇനി പിന്നീട് വായിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഡെഫിനിഷൻ ഒന്നും എക്സാമിന് ചോദിക്കൂല കേട്ടോ. അപ്പൊ ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സെക്കൻഡറി മാർക്കറ്റിംഗിൽ ഉൾപ്പെടുന്നതാണ്. അത്രയൊന്നും മനസ്സിലാക്കി വെക്കാം. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ ടൂൾ used by the companies to check the viability, പ്രവർത്തനക്ഷമത. To check the viability, viability, viability. ഒന്നോടെ പറയണോ? ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ ടൂൾ. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ ടൂൾ. ടെസ്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ ടൂൾ used by the companies. COMPANIES, companies, to check the viability, viability of their new product, before it is being, it is being launched, launched, launched in the market, launched in the market on a large scale,
ലാർജ് സ്കെയിൽ. അപ്പൊ അതായത് ഒരു വലിയ തോതില് മാർക്കറ്റിലേക്ക് അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ, അത് ഇറക്കുന്നതിന് മുന്നേ അതിന്റെ ആ ഒരു കസ്റ്റമറിന്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയണം അല്ലെ. ആ ഒരു പ്രവർത്തന ക്ഷമത ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നതാണ് ഇത് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇതെന്താ, ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ സർവീസിനോട് കസ്റ്റമറിന്റെ റിയാക്ഷൻ എന്താണ് അല്ലെ, റിയാക്ഷൻ എന്താണ് എന്നറിയാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്, അതിന്റെ വിൽപ്പന എങ്ങനെയാകും, അതിൽ നിന്നുള്ള ലാഭം എന്താകും എന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാനും സെക്കൻഡറി മാർക്കറ്റ് ടെസ്റ്റ് മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്നു. എയിം ഈസ് ടു പ്രിഡിക്റ്റ് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. അത് പ്രിഡിക്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നു. ഈ സെക്കൻഡറി മാർക്കറ്റിംഗിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഏതാണ്? മാർക്കറ്റ് റിസർച്ച് എന്താണെന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ വേണ്ടത്, അതായത് പ്രൈമറി മാർക്കറ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ് ലൈക്ക് സർവേകൾ വരാം, ഫീൽഡ് ടെസ്റ്റുകൾ വരാം, ഇന്റർവ്യൂസ് വരാം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ വരാം. ഇനി സെക്കൻഡറി മാർക്കറ്റിംഗ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അതേതാ വരുന്നത്? ടെസ്റ്റ് മാർക്കറ്റിംഗ്. ആ 3 പോയിന്റ്സും നിങ്ങൾ അടയാളപ്പെടുത്തി വെച്ചോ ആ ഒരു പാരഗ്രാഫിലെ? 3 എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. അത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് നോട്ട് ചെയ്യുക. ടെസ്റ്റ് മാർക്കറ്റിംഗ് വെറുതെ തന്നതാണ്, ആരും ഡെഫിനിഷൻ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഇനി വായിക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി തന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കി, അനലൈസ് ദ റിസർച്ച്. അടുത്ത എലമെന്റ് ഏതാണ്? അനലൈസ് ദ റിസർച്ച്. ആ റിസർച്ച് അനലൈസ് ചെയ്യുക. റിസർച്ച് അനലൈസ് ചെയ്യുക. അപ്പൊ നമ്മള് സർവേകള്, ഇന്റർവ്യൂ, ഒബ്സർവേഷൻ ഒക്കെ നടത്തി വെച്ചേക്കുന്ന കാര്യങ്ങളില്ലേ, അതിനെ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അതിനെ വിശകലനം ചെയ്യണം. വിശകലനം ചെയ്യുക. ഓക്കെ. Examine the raw data we gather and brief it into meaningful findings that will the basis for deciding which marketing strategy make the most sense and will get the best result for your practice. അപ്പൊ നമ്മൾ ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഡേറ്റാസ് ശേഖരിച്ചു, റിസർച്ച് ഒക്കെ നടത്തി നമ്മൾ പല രീതിയിൽ ഡേറ്റാസ് നമ്മൾ ശേഖരിച്ചു വെച്ചു അല്ലെ. നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റ, റോ ഡേറ്റാസ്, നമ്മൾ അത് എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു അല്ലെ. ശേഖരിച്ച് വെച്ചിട്ടുള്ള ഡേറ്റാസ് നമ്മൾ പരിശോധിക്കുകയും അതിൽ നിന്ന് ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് അതില് നമ്മൾ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞേക്കണ കാര്യങ്ങൾ എന്നുള്ളത്, അത് എന്തൊക്കെയാണ് അതിന്റെ കണ്ടെത്തലുകൾ, അത് ചുരുക്കുകയും അതൊക്കെ ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലത് എന്നും നമ്മുടെ ഒരു പ്രാക്ടീസിന് നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതാണ് എന്നും തീരുമാനിക്കാനുള്ള ഒരു അടിസ്ഥാനമാണ് ഈ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. ഒരു ഇച്ചിരി സെന്റൻസ് വലിയതാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ പോയിന്റ്സുകളിൽ നിന്നൊന്നും അങ്ങനെ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഇല്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് നമ്മൾ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഡേറ്റാസ് നമ്മൾ ശേഖരിച്ചു അല്ലെ. നമ്മൾ ഡേറ്റാസ് അവിടെ നമ്മൾ ഗ്യാദർ ചെയ്ത ഡേറ്റാസ്, എക്സാമിൻ ദ റോ ഡേറ്റ വി ഗ്യാദർ. കണ്ടോ, നമ്മൾ ശേഖരിച്ചിട്ടുള്ള ഡേറ്റാസ് എക്സാമിൻ ചെയ്യുന്നു, പരിശോധിക്കുന്നു. എന്നിട്ട് അത് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അത് ബ്രീഫ് ഇറ്റ് ഇൻടു മീനിങ്ഫുൾ ഫൈൻഡിങ്. അതൊരു അർത്ഥവത്തായ ഒരു കണ്ടെത്തലുകളായിട്ട്, അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിട്ട്, ആ ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും നല്ലത് അല്ലെ. നമ്മുടെ ഒരു പ്രാക്ടീസ് ആൻഡ് വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ഫോർ യുവർ പ്രാക്ടീസ്. നമ്മുടെ റിസൾട്ട്, നമ്മുടെ ആ പ്രാക്ടീസിൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് നമ്മളത് കണ്ടുപിടിക്കും. മനസ്സിലായോ? നമ്മളിപ്പോ ഈ സർവേകൾ നടത്തിയൊക്കെ ശേഖരിക്കുന്ന ഡേറ്റകൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ഏതാണ് ഏറ്റവും നല്ലത്, അവർക്കുടെ അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടാവില്ല സർവേയിലൂടെ.
അപ്പൊ അത് ടെസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്താണ് അഭിപ്രായം അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ അവർക്കൂടെ ഒരു സജഷൻ അതിൽ നിന്നുണ്ടാവില്ലേ. അപ്പൊ അത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതില് ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. അതെന്താ, നമ്മുടെ ആ ഒരു പ്രാക്ടീസിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഏത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണെന്ന് നമ്മൾ അതിൽ നിന്ന് ഡിസൈഡ് ചെയ്യും. ഏതാണെന്നുള്ളത് നമ്മൾ അത് തീരുമാനിക്കുന്നു. The research will identify the requirements and need of your current and potential patient and will help you explain your target audience. അപ്പൊ നോക്കിയേ, ഈ റിസർച്ച് എന്തിനു സഹായിക്കും? വിൽ ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ആൻഡ് ദ നീഡ് ഓഫ് യുവർ കറന്റ് പൊട്ടൻഷ്യൽ പേഷ്യൻസ്. അപ്പൊ റിസർച്ച് നമ്മുടെ നിലവിലുള്ളതും, കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിലവിലുള്ളതും നമ്മുടെ നിലവിലുള്ള സാധ്യതയുള്ളതുമായിട്ടുള്ള രോഗികളുടെ ഒരു ആവശ്യകതയും അവരുടെ റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യുകയും നമ്മുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ വിശദീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? ആ ഒരു സംഭവം നമുക്ക് ഏത് സ്ട്രാറ്റജി ആണെന്നുള്ളത് മനസ്സിലാക്കി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്, നമ്മുടെ പ്രാക്ടീസിന് നല്ല റിസൾട്ട് കിട്ടുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി. ഇനി അതെന്ത് ചെയ്യുന്നു? അത് ആ പേഷ്യൻസിലേക്ക് എന്ത് ചെയ്യുന്നു? ടാർഗറ്റ് ഓഡിയൻസ്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എന്ത് ചെയ്യുന്നു? അതിന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം. അത് മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കണേ? അപ്പൊ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ അത് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു നല്ലൊരു അവസരമാണ്. എന്തിനുള്ള? ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം ടു ലുക്ക് ബാക്ക് അറ്റ് ദ ഗോൾ യു ആർ ചൂസൺ. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ലക്ഷ്യം ശരിയാണോ, കറക്റ്റ് ആണോ, ഉചിതമായിട്ടുള്ളതാണോ എന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മനസ്സിലായോ? നമ്മൾ തിരഞ്ഞെടുത്ത ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് അത് തിരിഞ്ഞു നോക്കാനുള്ള ശരിയായ സമയം കൂടിയാണ് ഈ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മള് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മള് എന്താ പറയാ, നമ്മൾ അതിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഏതാന്നൊക്കെ നമ്മൾ തിരഞ്ഞു വെച്ചു. അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? പേഷ്യൻസിലേക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അവർക്ക്, അല്ലെ? അത് അപ്പൊ അവർക്കുടെ അവർക്കുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്താ പറയാ, നമ്മുടെ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ഗോള് കറക്റ്റ് ആണോ, അത് നമുക്ക് നമ്മൾ തിരഞ്ഞെടുത്തത് ശരിയായ ഒരു ലക്ഷ്യമാണോ, ഇതാണോ എന്നുള്ളത് അറിയാൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ അതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയം കൂടിയാണിത്. This is also the right time to look back at the goals you are chosen. നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗോൾസ് അത് ശരിയാണോ എന്നുള്ളത് തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. Based on your research finding, you may need to change some of your goals. ഇനി നോക്കിയേ, നമ്മൾ ആ റിസർച്ചിൽ കണ്ടെത്തിയ കാര്യങ്ങള് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗോൾസ് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള കാര്യമല്ല നമ്മൾ അവിടെ നമ്മുടെ ഒരു ലക്ഷ്യമെങ്കില് നമ്മൾ നടപ്പിലാക്കാൻ പോണതെങ്കില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റിസർച്ച് ഫൈൻഡിങ്സ് അനുസരിച്ച്, പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങള് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ ഗോൾസിന്, നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. മനസ്സിലായോ? മനസ്സിലാവണ്ടോ? നിങ്ങൾ മൊത്തത്തിലൊന്ന് നോക്കാട്ടോ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. നിങ്ങൾ അതൊന്ന് എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണ കാര്യം എന്നുള്ളത് നോക്കാം. നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ അത് സർവേ, ഫീൽഡ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് കുറച്ച് ഡേറ്റാസ് നമ്മൾ മനസ്സിലാക്കി വെച്ചു, ഡേറ്റാസ് കളക്ട് ചെയ്തു. ഇനി അതെന്ത് ചെയ്യുന്നു? നമ്മളത് പേഷ്യൻസിന്, ഇപ്പൊ പേഷ്യൻസിന്റെ കറക്റ്റ് ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതാണോ, നമുക്ക് നിങ്ങളുടെ ആ ടാർഗറ്റ് നമ്മൾ ഓഡിയൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു.
അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു നല്ലൊരു അവസരമാണ്. എന്തിനുള്ളത്? നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നമ്മൾ ചൂസ് ചെയ്ത കോഴ്സ് കറക്റ്റ് ആണോ എന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ അവസരം കൂടിയാണ്. ഇനി അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങള്, ഇപ്പൊ ലക്ഷ്യം അത് ശരിയല്ല എന്നുള്ളത് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതില് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. You may need to change some of your goals. ചില ഗോൾസില് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. It will help you analyze some key questions. ചില പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഏതാ? What are the similarity and dissimilarity between your practice and your competitors? Okay. ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങള് അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? നോക്കിയേ, നിങ്ങളുടെ നമ്മുടെ പ്രാക്ടീസും നമ്മുടെ എതിരാളികള് കോമ്പറ്റേറ്റേഴ്സും തമ്മിലുള്ള സമാനതകളും പൊരുത്തക്കേടുകളും എന്തൊക്കെയാണ്? കണ്ടോ? സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റേറ്റേഴ്സ്. ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ അല്ലേ ശരിക്കും, അല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ച നേരെ അപ്പുറത്ത് കൊണ്ടുവന്ന് വേറൊരു ഹോസ്പിറ്റൽ സ്ഥാപിക്കും, അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഒരു കട തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് തന്നെ വേറെ കട കൊണ്ടുവന്നു. എല്ലാം ഒരു കോമ്പറ്റീഷൻ ഫീൽഡാണ് ഇത്. അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എന്താ? നമ്മളും നമ്മുടെ എതിരാളി, അതായത് കോമ്പറ്റേറ്റേഴ്സും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. What make your practice from your competitors? എന്താ പറഞ്ഞേ? നമ്മുടെ പരിശീലനം, നമ്മുടെ പ്രാക്ടീസ് നമ്മുടെ എതിരാളികളിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാണ്? What makes your practice from your competitors? കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് മാറ്റുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്? Is your location more desirable than your competitors? എന്താ പറയുക? നമ്മുടെ സ്ഥാനം, നമ്മൾ നിൽക്കുന്ന പൊസിഷൻ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെക്കാളും അഭികാമ്യമാണോ? കുറച്ചും കൂടി നല്ലൊരു പൊസിഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്? ഇതിന്റെ അടുത്ത് നോക്കിയേ, do you promise broader scope of services than the competition? നമ്മുടെ ഒരു നല്ലൊരു വ്യാപ്തി, സേവനങ്ങളുടെ വ്യാപ്തി നമ്മൾ പ്രോമിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നല്ല സർവീസ് അവിടെ ഓഫർ ചെയ്യുന്നുണ്ടോ? Do you promise broad scope of service than the competition? അപ്പൊ അതിന് കോമ്പറ്റീഷനിൽ നമ്മൾ അവരെക്കാളും കുറച്ചുകൂടി നല്ല സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടോ, പ്രോമിസ് ചെയ്യുന്നുണ്ടോ? അടുത്ത് നോക്കിയേ, is there a service you provide that no one else in the community presently offers? കമ്മ്യൂണിറ്റിയില് ഇപ്പൊ നമ്മുടെ സമൂഹത്തില് മറ്റാരും ഓഫർ ചെയ്യാത്ത ഒരു സേവനം നിങ്ങൾ നൽകുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങള്, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളെ അനലൈസ് ചെയ്യാൻ സഹായിക്കും. ഏത്? അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസുകള് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങള് ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു വെക്കാം. കട്ട് ചെയ്യണ്ട. എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്ന ആശയം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ എലമെന്റ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. അത് 7 എലമെന്റ്സും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയ ഒരു ചെറിയൊരു കാര്യം കൂടി. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. Target audience might consist of patients of certain age, gender, location, payer type, or patients with certain clinical requirements. ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അതിപ്പോ എല്ലാവരും ഓരോ ഏജിലുള്ളവരായിരിക്കോ? നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, പേഷ്യൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഓഫ് സർട്ടൻ ഏജ്, പല പ്രായത്തിലുള്ള പേഷ്യൻസ് ആവാം നമ്മുടെ ടാർഗറ്റ്, അല്ലെ? പല പ്രായത്തില്, പ്രായം കൂടിയവരാകാം, പ്രായം കുറഞ്ഞവരാകാം, ചെറിയ കുട്ടികളാകാം. അങ്ങനെ ആ ടാർഗറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ഓഫ് സർട്ടൻ ഏജ്, പല പ്രായത്തിലുള്ളവരാകാം. ജെൻഡർ, അല്ലെ? മെയിൽ ആവാം, ഫീമെയിൽ ആകാം, പല ജെൻഡർ ആവാം. ലൊക്കേഷൻ, പല സ്ഥാനങ്ങളുള്ളതാവാം. പെയർ ടൈപ്പ് ഓർ പേഷ്യന്റ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ ചില ക്ലിനിക്കൽ ആവശ്യകതകളുള്ള പേഷ്യൻസ് ഒക്കെ ഉൾപ്പെട്ടേക്കാം. Target audience might consist of, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ പോയിന്റ്സുകൾ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ്.
target audience might consist of patients of certain age, gender, location, payer type, or patients with a certain clinical requirements. ചില പല ആവശ്യകതകളുള്ള പേഷ്യൻസ് ആവാം ടാർജറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ടാർജറ്റ് പേഷ്യന്റ് ആണ്. ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ടാർജറ്റ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആരാണ്? പേഷ്യൻസിനെയാണ്. അത് പല ഏജിലുള്ളവരാകാം, ജെൻഡർ ആകാം, പല ലൊക്കേഷനിലുള്ളവരാകാം. പെയർ ടൈപ്പ്, പേ ചെയ്യുന്ന പണം അടയ്ക്കുന്ന തരം, അതാണ് പെയർ ടൈപ്പ്. പല സാമ്പത്തികമായിട്ട് പാവപ്പെട്ടവരാകാം, പണക്കാരാകാം, അല്ലെ? അങ്ങനെയുള്ളതാകാം. പല ആവശ്യകതകളുള്ളവരാകാം. ചികിത്സ വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, ആവശ്യകതകളുള്ളവരൊക്കെ ആകാം ടാർജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇവിടെ നോക്കിയേ. If want you treat your athletes, we might consider given talks on sports safety and first aid tips to coaches and athletes at a local high school or colleges and YMCAs. Okay, for example അവിടെ പറഞ്ഞേക്കാം. ഇതായിട്ട് ബന്ധമില്ലാത്ത ഒരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞേക്കണേ. എന്നാലും നോക്കിക്കോ എന്താണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, if you wanted to treat an athletes, ഒരു അത്ലറ്റ്സിനെ, യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം? We might consider giving talks on sports safety and first aid tips to coaches and athletes. ഉണ്ടോ? എന്ത് കൊടുക്കണം നമ്മള്? ഒരു യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം? സ്പോർട്സ് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ് ടിപ്സിനെ കുറിച്ച് കോച്ചസിനും അത്ലറ്റ്സിനും ഹൈസ്കൂൾ ലെവലില്, കോളേജസ്, YMCAs ലെവലിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നൽകുന്നത് നമ്മൾ പരിഗണിച്ചേക്കാം. അതായത് എന്താ, നമ്മൾ അത്രയും കൂടി അവർക്ക് കെയർ കൊടുക്കണം. നമ്മളൊരു അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, അതിന്റെ ബേസ് സ്കൂൾ ലെവല് തുടങ്ങി അല്ലെങ്കിൽ കോളേജ് മുതല് YMCA മുതല് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ആ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ച്, ഫസ്റ്റ് എയ്ഡ് ടിപ്സുകള്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ കുറിച്ചുള്ള ചർച്ചകള് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് നമ്മൾ അവിടെ പറയണം. അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ പരിഗണിക്കണം. അതായത് ബേസ് മുതൽ കൊടുക്കണം. ഇവിടെ ഉദ്ദേശിച്ച് എന്നേക്കെന്നാന്ന് വെച്ചാല് നമ്മുടെ ടാർജറ്റ് എപ്പോഴും പേഷ്യൻസ് ആണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവരെ കുറച്ചും കൂടി ട്രീറ്റ് ചെയ്യണം. അതായത് അവരോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് നമ്മള് ഹോസ്പിറ്റലിന്റെ ടാർജറ്റ് കൂട്ടാൻ ശ്രമിക്കണം, അല്ലെ? അതിലെ ഫ്രണ്ട് ഓഫീസൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെല്ലുമ്പോ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറില് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ ആ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുക, നമുക്ക് വേണ്ട ഫെസിലിറ്റി ചെയ്യുക, ഒട്ടും ലാഗില്ലാത്ത രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ അവരോട് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഹോസ്പിറ്റലിലെ ബഡ്ജറ്റ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു, അല്ലെ? എന്നാലാണ് ആ പേഷ്യൻസ് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. അതാണ് നമ്മളിവിടെ നമ്മുടെ ടാർജറ്റ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അത് പല പ്രായത്തിലുള്ളവര്, പല ജെൻഡർ, മെയിലോ ഫീമെയിൽ ആകാം, പല ലൊക്കേഷനിലുള്ളവരാകാം, പാവപ്പെട്ടവരാകാം, പണക്കാരാകാം, അല്ലെങ്കിൽ പല ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് ആവശ്യമുള്ളവരാകാം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും നമ്മൾ എന്താ ചെയ്യണ്ടേ? അവരോട് നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കണം, അല്ലെ? പേഷ്യൻസ് ആണ് നമ്മുടെ ടാർജറ്റ്. പേഷ്യൻസിനോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവര് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരണം, അല്ലെ? എങ്കിലാണ് നമുക്ക് ആ ടാർജറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ, ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതാണ് ആ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അത് ഐഡന്റിഫൈ ടാർജറ്റ് ഓഡിയൻസ്. അത് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു എക്സാമ്പിൾ ആണ്, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മളിപ്പോ എന്താ, ഒരു യങ് അത്ലറ്റ്സിനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ബേസ് മുതൽ സ്കൂൾ ലെവൽ മുതൽ എന്താണ് കോച്ചസും അത്ലറ്റ്സിനും നമ്മൾ സ്പോർട്സ് സേഫ്റ്റിനെ കുറിച്ചും ഫസ്റ്റ് എയ്ഡ് ടിപ്സിനെ കുറിച്ചുള്ള കാര്യങ്ങള്, അങ്ങനെയുള്ള ചർച്ചകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ എന്താ, കൂടുതൽ അവർക്ക്
അതില് കോൺസെൻട്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നല്ല ഒരു ഇതിലേക്ക് എത്തിപ്പെടാനും കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞേക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് പേഷ്യൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? പേഷ്യൻസിനോട് നല്ല രീതിയിൽ സംസാരിച്ച് ഉണ്ടെങ്കിൽ മാത്രം അല്ലെ, സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമാണ് അവർ വീണ്ടും വരുള്ളൂ. ആ രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. മനസ്സിലായോ? കുറച്ച് നമ്മൾ എടുത്തോളൂ. ഇത് കുറച്ചൊരു എന്താ പറയാ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാലും കുഴപ്പമില്ല, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള സെക്ഷനുകളാണ് നിങ്ങളോട് എന്താ നോട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കി വെക്കാം കേട്ടോ, ഒന്ന് വായിച്ചൊന്ന് വെച്ചേക്കാം. ഈ കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ, ഇനി ബാക്കി നമുക്കിതിപ്പോ അടുത്ത ക്ലാസ് ഡിറ്റർമിൻ എ ബഡ്ജറ്റ് ആണ്. ഇനി ഒരു ബഡ്ജറ്റ് ഡിറ്റർമിൻ ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറയാം നമുക്ക്. ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഈ ഒരു അതിന്റെ അടുത്ത ഒരു എലമെന്റ് ആണ് ബഡ്ജറ്റ് അല്ലെ. ബഡ്ജറ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ, എന്തൊരു സംഭവം. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ പുതിയ പുതിയ സർവീസുകൾ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ അതിനൊരു ബഡ്ജറ്റ് വേണം. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ഓക്കെ, എക്സാമിൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കം അപ്പ് വിത്ത് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. Examine financial information and come up with a marketing budget. Financial information, like okay, examine financial. നമ്മളപ്പോ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഒരു സോഴ്സ് വേണം. നമ്മളൊരു പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്ത് ചെയ്യണം? ഒരു സോഴ്സ് വേണം അല്ലേ? ആൻഡ് കം അപ്പ് വിത്ത് മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. എന്നിട്ടാണ് നമ്മൾ അത് ആ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ്, ഒരു പുതിയ സർവീസ് തുടങ്ങണം എങ്കിൽ അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് വേണം, ഒരു ഫിനാൻസ് വേണം, ഫണ്ടുകൾ വേണം അത് തുടങ്ങാനായിട്ട്. Then marketing budget will be different by the type of market practice is in, the age of the practice, and if the practice has marketed before. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ്. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം എന്തനുസരിച്ച്? ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് പ്രാക്ടീസ് ഈസ് ഇൻ. അതായത് മാർക്കറ്റിംഗ് ബഡ്ജറ്റുകള് മാർക്കറ്റിങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടാം. അതിനുള്ള പരിചയത്തിനനുസരിച്ച് മാർക്കറ്റ് എ പ്രാക്ടീസ് ഈസ് ഇൻ, അതിനുള്ള പരിചയം അനുസരിച്ച് വ്യത്യാസപ്പെടാം. ദ ഏജ് ഓഫ് ദ പ്രാക്ടീസ്, പിന്നെ കുറെ വർഷങ്ങള് ആ ഒരു ഫീൽഡിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. ആൻഡ് ഇഫ് ദ പ്രാക്ടീസ് ഹാസ് മാർക്കറ്റഡ് ബിഫോർ, മുമ്പ് നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഉണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വ്യത്യാസപ്പെടാം. ബാക്കിയുള്ള ഇതിന്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. സമയം ഏകദേശം ഓൾമോസ്റ്റ് കഴിയാറായല്ലോ. ഡിറ്റർമിനന്റ് ബഡ്ജറ്റ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. അപ്പൊ അതിന് മുന്നേ ഉള്ളത് വരെ ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നാളെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത്. അണ്ടർലൈൻ ചെയ്തിട്ടേക്കുന്നത് എന്തായാലും ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിൽ നിന്നൊക്കെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഇതിങ്ങനെ എസ് എ പോലെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചേക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ.